തലസ്ഥാന നഗരം ന്യൂഡൽഹി. മാതൃഭൂമി യാത്രയുടെ ഡൽഹി കാഴ്ചകൾ തുടരുകയാണ്. ഇന്ത്യ ഗേറ്റിലൂടെ നഗരത്തിരക്കുകളിൽ ഊളിയിട്ട് രാജ്പഥിലൂടെ സഞ്ചരിച്ച് മെട്രോ റെയിൽ കണ്ട് കുത്തബ് മിനാറിന്റെ ഉയരക്കാഴ്ചകളിൽ വരെ എത്തി നിൽക്കുന്നു യാത്ര. യമുനാ തീരത്ത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണിതുയർത്തിയ ഷാജഹാനാബാദിന്റെ ആധുനിക മുഖമാണ് ഇന്നത്തെ ഡൽഹി. ഇനി ഷാജഹാനാബാദിൽ ഷാജഹാൻ പണിതുയർത്തിയ സാമ്രാജ്യ ചിഹ്നങ്ങളിലേക്കും കാഴ്ചകളിലേക്കും സഞ്ചരിക്കാം. നമ്മുടെ തലസ്ഥാനത്തിന്റെ പൈതൃക കാഴ്ചകൾ തേടി. ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു സ്മാരകത്തിലേക്കാണ് യാത്ര പ്രവേശിക്കുന്നത്. ഇത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിന്റെ ശവകുടീരം. ഒന്നിലേറെ കവാടങ്ങൾ കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. കുത്തബ് മിനാർ പോലെ ഇതും ഒരു സമുച്ചയമാണ്. പടിഞ്ഞാറ് വശത്തുള്ള പ്രവേശന കവാടമാണ് ഹുമയൂണിന്റെ ശവകുടീര സമുച്ചയത്തിലേക്കുള്ള പ്രധാന കവാടം. ഏറ്റവും വലിപ്പമുള്ള കവാടവും ഇത് തന്നെ. പതിനാറ് മീറ്റർ ഉയരമുണ്ട് ഈ കവാടത്തിന്. ശവകുടീരങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാകുന്ന അസുലഭ കാഴ്ച ഇന്ത്യയുടെ സ്വന്തമാണ്. അതിലൊന്നാണ് ഇതും. ചിലർക്കൊക്കെ തീർത്ഥാടന കേന്ദ്രമായി തോന്നാമെങ്കിലും ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ 1993 യുനെസ്കോ ഇടം നൽകിയ ഹുമയൂണിന്റെ ഈ ശവകുടീരം ഇന്ന് തിരക്കേറിയ ഒരു ചരിത്ര സ്മാരകമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ശവകുടീര ഉദ്യാനമാണിത്. 1533 ഹുമയൂൺ ചക്രവർത്തി തന്നെ സ്ഥാപിച്ച പുരാന ഖിലയുടെ സമീപത്താണ് ഹുമയൂൺ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. 1947 സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഇന്ത്യ വിഭജനത്തിന്റെ ദുരന്ത മുഖത്തുകൂടി സഞ്ചരിച്ച കാലത്ത് പുരാന ഖിലയ്ക്കൊപ്പം ഹുമയൂണിന്റെ ശവകുടീരവും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന മുസ്ലിം മതസ്ഥരുടെ അഭയാർത്ഥി ക്യാമ്പായി മാറിയിരുന്നു. ഹുമയൂണിന്റെ ആദ്യ പത്നി ഹാജി ബീഗം എന്നറിയപ്പെടുന്ന ബേഗ ബീഗമാണ് പേർഷ്യൻ വാസ്തുശില്പിയായ മിറാഖ് മിർസ ഖിയാസിനെ കൊണ്ട് ഈ ഉദ്യാനവും ശവകുടീരവും രൂപകൽപ്പന ചെയ്യിച്ചത്. ഹുമയൂണിന്റെ മറ്റൊരു വിധവയായ ഹാമിദ ബാനു ബീഗമാണ് ഇതോടനുബന്ധിച്ചുള്ള മുസോളിയം നിർമ്മിച്ചത്. 12,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 47 മീറ്റർ ഉയരത്തിൽ ഈ മുസോളിയം സ്ഥിതി ചെയ്യുന്നു. 1556 ജനുവരി 20 ഹുമയൂൺ മരണമടഞ്ഞത്. പുരാന ഖിലയിലായിരുന്നു ആദ്യം മൃതദേഹം സംസ്കരിച്ചത്. ഹുമയൂണിന്റെ പുത്രനായിരുന്ന അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് 1565 ബേഗ ബീഗം പുതിയ ശവകുടീരത്തിന്റെ നിർമ്മാണത്തിന് ഉത്തരവിടുന്നത്. 1572 15 ലക്ഷം രൂപ ചെലവിൽ അവരുടെ തന്നെ മേൽനോട്ടത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പണം മുഴുവനും നൽകിയത് ബേഗ ബീഗമായിരുന്നു. മധ്യേഷ്യയുടെയും പേർഷ്യയുടെയും നിർമ്മാണ ശൈലിയും ഇസ്ലാമിക് വാസ്തുശില്പവിദ്യയും ഇഴചേർന്ന നിർമ്മാണ രീതിയാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിന്റേത്. ഇന്ത്യൻ വാസ്തുശില്പകലയിൽ മുഗൾ സ്വാധീനം എത്രമാത്രമുണ്ടെന്നറിയാൻ ഇതിന്റെ നിർമ്മാണ ശൈലി ഉപകാരപ്പെടും. മുസോളിയത്തിനുള്ളിൽ ഹുമയൂണിന്റെ ശവകുടീരം. മുസോളിയത്തിന്റെ പ്രധാന മിനാരം ഈ ശവകുടീരത്തിന് മുകളിലാണ്. 4 വശങ്ങളിലും മുറികളുണ്ട്. അവിടെ വേറെയും ശവകുടീരങ്ങൾ കാണാം. പക്ഷേ
അതൊന്നും ആരുടേതാണ് എന്നതിന്റെ യാതൊരു സൂചനയും ഇവിടെയില്ല. പടികൾ കയറി മുസോളിയത്തിന്റെ മുകൾ നിലയിലെത്താം. പടികൾ കയറി നമ്മൾ ഒന്നാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് വലിയ ഒരു മുറ്റത്താണ് എത്തുന്നത്. ആ മുറ്റത്തിൻ്റെ ഒത്ത നടുക്കാണ് ശരിക്കും പറഞ്ഞ ഹുമയൂൺ ടോംബ് നിൽക്കുന്നത്. ഈ ശവകുടീരം കാണാൻ എത്തുന്നവരെല്ലാം മുകളിലെ വിശാലമായ സ്ഥലത്തേക്കെത്തി കാഴ്ചകൾ ആസ്വദിക്കുന്നു. താഴെയുള്ള ഉദ്യാനത്തിന്റെ ഭംഗി വ്യക്തമായി ആസ്വദിക്കാനാവുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. ശവകുടീരത്തിന് ചുറ്റുമുള്ള ഉദ്യാനം ആദ്യം നിർമ്മിക്കപ്പെട്ടത് മുഗൾ ശൈലിയിലായിരുന്നു. 1860 ഇത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ശൈലിക്ക് അനുസൃതമാക്കിയത്. വിദേശികളും സ്വദേശികളുമായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ദിവസവും സന്ദർശകരായി എത്തുന്നു. ഹുമയൂണിന്റെ ശവകുടീരമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും ഒട്ടേറെ ചെറിയ സ്മാരകങ്ങൾ ഈ സമുച്ചയത്തിനുള്ളിലുണ്ട്. മുഗളന്മാർക്കെതിരെ പോരാടിയ സൂരി വംശത്തിലെ അഫ്ഗാൻ പ്രഭുവായിരുന്ന ഇസാ ഖാൻ നിയാസിയുടേതും ഹുമയൂണിന്റെ പിന്മുറക്കാരനും ഷാജഹാന്റെ പുത്രനുമായ ദാരാ ഷിക്കോയുടേതുമെല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. നൂറുകണക്കിന് ശവകുടീരങ്ങൾ ഉള്ളതിനാലാകണം ഇതിന് മുഗളന്മാരുടെ ഡോർമിറ്ററി എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. ശവകുടീരങ്ങൾ ഇരിപ്പിടമാക്കി വിശ്രമിക്കുന്നവരെയും പ്രണയിക്കുന്നവരെയുമൊക്കെ നമുക്കിവിടെ കാണാം. ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്ന് നടന്നു പോകാവുന്ന അത്ര അകലത്തിലാണ് നിസാമുദ്ദീൻ ദർഗ. ലോകപ്രശസ്ത സൂഫി വര്യനായിരുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയാണിത്. ഇസ്ലാം മതസ്ഥരെ കൂടാതെ ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളും ദിവസവും ഇവിടെ സന്ദർശിക്കുന്നു. കവിയായിരുന്ന ഹസ്രത്ത് അമീർ ഖുസ്ര, മുഗൾ ജഹനാര ബീഗം എന്നിവരുടെ ശവകുടീരങ്ങൾ ഈ ദർഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സമീപത്തായി ഇന്യാത് ഖാന്റെ ശവകുടീരവുമുണ്ട്. ആഗാ ഖാൻ ട്രസ്റ്റിന് കീഴിലാണ് ദർഗയും ഖിൽജി മോസ്കും പ്രവർത്തിക്കുന്നത്. ഡൽഹിയിലെ ഏറ്റവും പഴക്കം ചെന്ന മോസ്കാണ് ഖിൽജി മോസ്ക്. സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ മകനായ ഖിസിർ ഖാൻ 1315 പണിതീർത്തതാണിത്. ഹസ്രത്ത് നിസാമുദ്ദീനിലെയും പരിസരത്തെയും ഇസ്ലാം മതവിശ്വാസികളുടെ പ്രധാന പ്രാർത്ഥനാ കേന്ദ്രമാണ് ഇവിടം. സന്ദർശകരുടെ തിരക്കിനിടയിലും
പ്രാർത്ഥനാനിരതരായി നിസ്കരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ ഇവിടെ കാണാം. ദർഗയുടെ ചുവരുകളിൽ ചുവപ്പും മഞ്ഞയും നിറം കലർന്ന ചരടുകൾ കെട്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് നമസ്കരിക്കുന്നതിനും മറ്റുമായി പ്രത്യേക ഭാഗം ഇവിടെയുണ്ട്. ചുവരിലെ അഴികളിൽ ചരടുകൾ ബന്ധിച്ചു പോകുന്നവരിലേറെയും സ്ത്രീകളാണ്. ഖുർആൻ സൂക്തങ്ങൾ ഓതിയും മറ്റും ഇവിടെ സമയം ചെലവഴിക്കുന്നവരും ഏറെയുണ്ട്. ഖവാലികളുടെ കേന്ദ്രമെന്നും ഈ ദർഗയെ വിശേഷിപ്പിക്കാം. എല്ലാ വ്യാഴാഴ്ചകളിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സന്ധ്യാനേരത്ത് ഇവിടെ ഖവാലികൾ അവതരിപ്പിക്കപ്പെടാറുണ്ട്. നേരത്തെ ശനിയാഴ്ചകളിലും ഇതുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തലാക്കി. വെള്ളിയാഴ്ച വൈകുന്നേരം അഥവാ ജുമേക്കി റാത്തിന്റെ മുൻദിനം എന്ന രീതിയിലാണ് വ്യാഴാഴ്ചകളിൽ സംഗീതജ്ഞർ ഇവിടെ ഖവാലികൾ അവതരിപ്പിക്കുന്നത്. ഏറെ പ്രശസ്തരായ ഖവാലി ഗായകരൊക്കെ നിസാമുദ്ദീൻ ദർഗയിൽ പാടുന്നതിനായി എത്താറുണ്ട്. ഇപ്പോൾ ചെറുസംഘങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ദർഗയ്ക്ക് സമീപം ഖവാലികൾ അവതരിപ്പിക്കുന്നു. തെക്കേ ഏഷ്യയിൽ ഏറെ പ്രചാരമുള്ള സൂഫി വിഭാഗത്തിന്റെ ആത്മീയ ഗാനങ്ങളെന്ന് ഖവാലിയെ വിശേഷിപ്പിക്കാം. ഏതാണ്ട് 7 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഈ സംഗീതശാഖ. സൂഫികളുടെ ആശ്രമങ്ങളായ ദർഗകളിലാണ് ഖവാലികൾ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഇന്ന് ഈ സംഗീതശാഖ ഏറെ ജനകീയമായി മാറിക്കഴിഞ്ഞു. പേർഷ്യൻ, അറബിക്, ടർക്കിഷ്, ഇന്ത്യൻ സംഗീത പാരമ്പര്യങ്ങളുടെ സമന്വയമെന്ന് ഈ സൂഫി സംഗീതത്തെ വിശേഷിപ്പിക്കാം. ഹാർമോണിയവും ഡോലാക്കുമാണ് ഈ സംഗീത വിരുന്നിന് പശ്ചാത്തലമൊരുക്കുന്നത്. ഖവാലി കേൾക്കാനായി വലിയൊരു സംഘം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. കേൾവിക്കാരായി എത്തുന്നവർ പാടുന്നവർക്ക് സംഭാവനകൾ നൽകാറുമുണ്ട്.